ഹലോ ഗായ്സ്. സോ ഇന്ന് നല്ല മഴയാണ്. ഇന്ന് നമ്മൾ ദൃശ്യം 3 കാണാൻ പോവാണ്. ദൃശ്യം ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അന്ന് ഷോയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ആൻഡ് ദെൻ വി സോ ഒരു ഇന്ത്യൻ പ്രണയകഥ. അത് കഴിഞ്ഞ് ദൃശ്യം മൂവി കാണാനായിട്ട് ഞങ്ങൾ വീണ്ടും പോയി. പിന്നെ ദൃശ്യം സെക്കൻഡ് ഇറങ്ങിയപ്പോൾ അതൊരു OTT റിലീസായിരുന്നു. ആൻഡ് ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയി ഒരു പ്രൊജക്ട് ഇട്ടാണ് അത് കണ്ടത്. ആൻഡ് നൗ ഫൈനലി ദൃശ്യം 3. സോ മൂവി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ആൻഡ് മൂവിനെ കുറിച്ചുള്ള എന്നോടൊരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വാക്കേ പറയാനുണ്ടാവുള്ളൂ, മോഹൻലാലിന് ഇഷ്ടമുള്ളവർക്ക് ഈ മൂവി ഉറപ്പായിട്ടും വർക്കാവും. കാരണം മോഹൻലാലിൻ്റെ ആക്ടിങ് കാണാൻ വാസ് സോ ബ്യൂട്ടിഫുൾ. ആസ് എൻ ആക്ടർ ദ ആക്ടിങ് വാസ് ടു നെക്സ്റ്റ് ലെവൽ. എനിക്കറിയാം മോഹൻലാലിൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, എങ്കിലും എന്ത് മനോഹരമാണ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ. അതുകൊണ്ട് നിങ്ങളൊരു മോഹൻലാൽ ഫാനാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. വൺ ടൈം വാച്ച് എന്താണെങ്കിലും ഉണ്ട് മൂവി. എനിക്ക് ദൃശ്യം ഫസ്റ്റ് പാർട്ടാണ് കുറച്ചും കൂടെ വർക്കായതെന്ന് എനിക്കെന്തോ തോന്നുന്നു. എനിക്കറിയില്ല, മിക്കവർക്കും ദൃശ്യം തേർഡ് ഇഷ്ടമായി, പക്ഷെ എനിക്കെന്തോ ദൃശ്യം ഫസ്റ്റ് പാർട്ടായിരുന്നു കുറച്ചും കൂടി ഇഷ്ടമായത്. ദൃശ്യം ഫസ്റ്റിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് എനിക്കെന്തോ ഒരു തോന്നൽ. അതുകൊണ്ട് മൂവി വാസ് ലൈക്ക് എനിക്കെന്തോ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റിയത് ദൃശ്യം ഫസ്റ്റ് പാർട്ട് വെച്ചിട്ടായിരുന്നു, ദൃശ്യം തേർഡിനേക്കാളും. എന്തോ ഒരുപക്ഷെ എൻ്റെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര ഹൈ ആയിരുന്നുകൊണ്ടായിരിക്കാം, കാരണം ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് കണ്ടിട്ട് ഇങ്ങനെ പോയതുകൊണ്ടായിരിക്കാം. So that's it. Bye.